പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ജൂൺ 20 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മളെന്നും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കെൽട്രോണിന് ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് 97 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത് ഏത് ഇനത്തിന്റെ നിർമ്മാണത്തിനാണ്? അണ്ടർ വാട്ടർ പ്രവർത്തനങ്ങൾക്കുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. ഇപ്പൊ കെൽട്രോണിന് 97 കോടി രൂപയുടെ ഓർഡർ ആണ് ഇന്ത്യൻ നേവി നൽകിയിട്ടുള്ളത്. ഇത് ഇലക്ട്രോണിക് ഇക്വിപ്മെന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. അണ്ടർ വാട്ടർ ഓപ്പറേഷന് വേണ്ടിയുള്ള ഇലക്ട്രോണിക് ഇക്വിപ്മെന്റ് നൽകുന്നതിന് വേണ്ടിയാണ് 97 കോടി രൂപയുടെ ഓർഡർ കെൽട്രോണിന് ലഭിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പും ഇന്ത്യൻ നേവി നിരവധി പ്രാവശ്യം കെൽട്രോണിന് ഇത്തരത്തിലുള്ള ഓർഡേഴ്സ് നൽകിയിട്ടുണ്ട്. കാരണം ഇലക്ട്രോണിക് ഐറ്റംസിലെ അതിൻ്റെ ഉൽപ്പാദനത്തിൽ കെൽട്രോൺ നല്ലൊരു പങ്കാണ് വഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ നേവിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഡിഫൻസ് ഇക്വിപ്മെന്റ്സിന് വേണ്ടി. അണ്ടർ വാട്ടർ ഓപ്പറേഷനിൽ തന്നെ പറയുമ്പോൾ സോണാർ അറേസ് ഇത്തരത്തിലുള്ള ഒരു ഡിവൈസ് അതിൻ്റെ നിർമ്മാണത്തിന് സഹായിച്ചിട്ടുള്ള കമ്പനിയാണ് കെൽട്രോൺ. അതായത് ഏതെങ്കിലും ഷിപ്പുകൾ അല്ലെങ്കിൽ അന്തർവാഹിനി കപ്പലുകൾ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ, അത് മുങ്ങിക്കഴിഞ്ഞാൽ അതിനെ കണ്ടെത്തുക, ആ കൃത്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുക, അത് സോണാർ അറേസ് എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് വഴി കണ്ടെത്തുന്നു. അത്തരത്തിൽ ആ ഡിവൈസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു പൊതുമേഖല സ്ഥാപനമാണ് കെൽട്രോൺ. കെൽട്രോണിന്റെ ഫുൾ ഫോം ആണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് IPBP രാജ്യത്തുടനീളമുള്ള വിദൂര പ്രദേശങ്ങളിൽ ഡോർ സ്റ്റെപ്പ് സാമ്പത്തിക സേവനങ്ങൾ നൽകാൻ ആരുമായാണ് പങ്കാളിയായത്? റിയ മണി ട്രാൻസ്ഫർ. ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് IPBP ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ റിയ മണി ട്രാൻസ്ഫർ ആയിട്ട് ഓരോ റിമോട്ട് ഏരിയയിലും മണി ട്രാൻസ്ഫർ ഫിനാൻഷ്യൽ സർവീസിന് വേണ്ടിയുള്ള ഒരു പങ്കാളിയാവുകയാണ്. അതിർത്തി കടന്നുള്ള ഒരു മണി ട്രാൻസ്ഫർ സേവനമാണ് റിയ മണി ട്രാൻസ്ഫർ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്സ് ആയിട്ട് സഹകരിക്കുന്നത്. അതായത് ഡോർ സ്റ്റെപ്പ് ഫിനാൻഷ്യൽ സർവീസ്, ഓരോ റിമോട്ട് ഏരിയയിലും ഡോർ സ്റ്റെപ്പ് ഫിനാൻഷ്യൽ സർവീസ് നൽകുക എന്നതാണ് റിയ മണി ട്രാൻസ്ഫർ ആയിട്ടുള്ള ഈ ഒരു കൂട്ടുകെട്ടിന്റെ ലക്ഷ്യം. ഇന്നിപ്പോൾ തുടക്കത്തിൽ തന്നെ പറയുമ്പോൾ 25,000 പോസ്റ്റ് ഓഫീസ് ലൊക്കേഷനുകളിൽ ഇതിന്റെ സർവീസ് ആരംഭിക്കും. പിന്നീട് അത് ഓരോരോ മേഖലയിലേക്ക് അത് വ്യാപിപ്പിക്കും. 1987 റിയ മണി ട്രാൻസ്ഫർ ഇത് ആരംഭിച്ചിട്ടുള്ളത്. 149 രാജ്യങ്ങളിലായിട്ട് 3,69,000 ലൊക്കേഷനിലാണ് റിയ മണി ട്രാൻസ്ഫർ ഇത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ റിയ മണി ട്രാൻസ്ഫർ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആയിട്ട് സഹകരിക്കുകയാണ്. പാവോ നൂർമി ഗെയിംസിൽ കന്നി സ്വർണം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? നീരജ് ചോപ്ര. ഇപ്പൊ പാവോ നൂർമി ഗെയിംസ് 2024 നീരജ് ചോപ്രയുടെ വീണ്ടും ഒരു പെർഫോമൻസ്. ഇതിൽ നീരജ് ചോപ്ര സ്വർണം കരസ്ഥമാക്കി. 2024 ജൂൺ 18 നീരജ് ചോപ്ര പാവോ നൂർമി ഗെയിംസിൽ പങ്കെടുത്തുകൊണ്ട് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. അതായത് കുറച്ചു നാൾക്ക് ശേഷമാണ് ഇപ്പൊ നീരജ് ചോപ്രയുടെ വീണ്ടും ഒരു തകർപ്പൻ പെർഫോമൻസ് ഇവിടെ വന്നിട്ടുള്ളത്. 2022 സിൽവർ മെഡൽ നേടിയിട്ടുള്ള നീരജ് ചോപ്രയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദൂരമാണ് 85.97. 85.97 ഡിസ്റ്റൻസ് എറിഞ്ഞുകൊണ്ടാണ് പാവോ നൂർമി ഗെയിംസിൽ നീരജ് ചോപ്ര സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. തൊട്ടുപുറകെ 84.19 മീറ്റർ എറിഞ്ഞുകൊണ്ട് ടോണി കെറാനൻ ആണ് സിൽവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ മത്സരം നടന്നിട്ടുള്ളത് ഫിൻലാൻഡിലെ ടുർക്കു എന്ന സ്ഥലത്താണ്. അതായത് പാവോ നൂർമി ഗെയിംസ് 2024 നടന്നിട്ടുള്ളത് ഫിൻലാൻഡ് എന്ന രാജ്യത്ത് ടുർക്കു എന്ന സ്ഥലത്താണ്. ഫിൻലാൻഡ് എന്ന രാജ്യം, ഇതിന്റെ ക്യാപിറ്റൽ ആണ് ഹെൽസിങ്കി. ഇതിന്റെ അയൽ രാജ്യങ്ങളാണ് നോർവേ, എസ്റ്റോണിയ, ലാറ്റ്വിയ, റഷ്യ എന്നിവയെല്ലാം. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യത്തെ തെക്കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? തായ്ലൻഡ്. ദ ഫസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രി സെയിം സെക്സ് മാരേജ് അപ്രൂവൽ നൽകി, അത് തായ്ലൻഡാണ്. അപ്പൊ തായ്ലൻഡാണ് സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യത്തെ തെക്കിഴക്കൻ ഏഷ്യൻ രാജ്യം. 2001 ഏപ്രിൽ 1 നെതർലാൻഡ്സ് സെയിം സെക്സ് മാരേജ് ലീഗലാക്കി. ഇതിലൂടെ ആദ്യത്തെ ഒരു രാജ്യമായിട്ട് മാറി നെതർലാൻഡ്സ് സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ആക്കുന്നതും. ഇന്നിപ്പോൾ 2024 കണക്കനുസരിച്ച് 37 രാജ്യങ്ങളിലാണ് സെയിം സെക്സ് മാരേജ് ലീഗലായിട്ടുള്ളത്, അത് നിയമപരമായിട്ടുള്ളത്. അതായത് വേൾഡ് പോപ്പുലേഷനിലെ 20% ജനങ്ങൾ ഇതിന് അപ്രൂവൽ നൽകി കഴിഞ്ഞിരിക്കുന്നു, അതായത് സെയിം സെക്സ്. 2024 തന്നെ ഇതേ വർഷം തന്നെ എസ്റ്റോണിയ, ഗ്രീസ്, നേപ്പാൾ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങൾ
സെയിം സെക്സ് മാരേജിന് അപ്രൂവൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വിനോദ് ഗണത്ര. വിനോദ് ഗണത്ര ദ ഫസ്റ്റ് ഇന്ത്യൻ ഹോണേർഡ് വിത്ത് നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് 7ാമത്തെ നെൽസൺ മണ്ടേല ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിലാണ്. കുട്ടികൾക്കായുള്ള സിനിമാ ലോകത്തിന് നൽകിയിട്ടുള്ള മഹത്തായിട്ടുള്ള സംഭാവനകൾ അത് പരിഗണിച്ചാണ് അദ്ദേഹത്തിന് 7ാമത്തെ നെൽസൺ മണ്ടേല ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 36 നാഷണൽ ഇന്റർനാഷണൽ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ് വിനോദ് ഗണത്ര. ദൂരദർശനിലെ ബൈൻചാൻ രാജ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതിന് ജാനകിനാഥ് ഗൗർ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ് വിനോദ് ഗണത്ര. കൂടാതെ ചിക്കാഗോയിലെ ലീവ് ഉൽ മാൻ പീസ് പ്രൈസ് നേടിയിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ ഫിലിം മേക്കർ കൂടിയാണ് വിനോദ് ഗണത്ര. അദ്ദേഹത്തിന്റെ ഗുജറാത്തി ഫിലിം ആയിട്ടുള്ള അരുൺ എന്ന ചിത്രത്തിനാണ് ചിക്കാഗോയിലെ ലീവ് ഉൽ മാൻ പീസ് പ്രൈസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിനോദ് ഗണത്രയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 7ാമത്തെ നെൽസൺ മണ്ടേല ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ളത്. എത്ര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് ഉത്തര കൊറിയ സന്ദർശിക്കുന്നത്? 24 വർഷം. ഇപ്പൊ 24 വർഷത്തിന് ശേഷം റഷ്യൻ പ്രസിഡന്റ് ഉത്തര കൊറിയ സന്ദർശിച്ചു. 2000 ശേഷം ആദ്യത്തെ ഒരു വിസിറ്റ് ആണ് നോർത്ത് കൊറിയയിലേക്ക്. നോർത്ത് കൊറിയയിലെ പ്യോങ്യാങ് എന്ന സ്ഥലത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നോർത്ത് കൊറിയയിലെ ലീഡർ ആയിട്ടുള്ള കിം ജോങ് ഉന്നും അവരുടെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് 2022 ഫെബ്രുവരിയിൽ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏറ്റവും നല്ല ബന്ധമാണ് നോർത്ത് കൊറിയയിലെ ലീഡർ ആയിട്ടുള്ള കിം ജോങ് ഉൻ ആയിട്ട് ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഉക്രൈൻ വാർ ആരംഭിച്ചതിന് ശേഷമാണ്. ഈ ഒരു വരവിൽ റഷ്യയിലെ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന ലിമോസിൻ എന്ന് പറയുന്ന ആഡംബര കാർ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് നൽകി. കാരണം കാറുകളിലെ കളക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതായിരിക്കാം ഒരുപക്ഷെ ലിമോസിൻ എന്ന ഇത്ര വിലപിടിപ്പുള്ള ഒരു കാറ് സമ്മാനമായിട്ട് നൽകിയിട്ടുള്ളത്. കൂടാതെ ടീ സെറ്റ്, ആർട്ട് വർക്ക് എന്നിവയെല്ലാം അദ്ദേഹത്തിന് സമ്മാനമായിട്ട് ഈ ഒരു വരവിൽ നൽകി. ഇന്നലെ ജൂൺ 19 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, നാംറൂപ്പ് തെർമൽ പവർ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ഇതിന്റെ ഉത്തരം ആസാം. ആസാമിലാണ് നാംറൂപ്പ് തെർമൽ പവർ സ്റ്റേഷൻ. ആസാമിലെ ഒരു ഡിസ്ട്രിക്ട് ആണ് കാംറൂപ്പ്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ ചോദ്യം തന്നെ പറയാം, ഈ ചോദ്യം തന്നെ ഒരു ക്ലൂ ആണ്. അതായത് നാംറൂപ്പ് തെർമൽ പവർ സ്റ്റേഷൻ ഇത് ആസാമിലാണ്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കെൽട്രോണിന് ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് 97 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത് ഏത് ഇനത്തിന്റെ നിർമ്മാണത്തിനാണ്? അണ്ടർ വാട്ടർ പ്രവർത്തനങ്ങൾക്കുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് രാജ്യത്തുടനീളമുള്ള വിദൂര പ്രദേശങ്ങളിൽ ഡോർ സ്റ്റെപ്പ് സാമ്പത്തിക സേവനങ്ങൾ നൽകാൻ ആരുമായാണ് പങ്കാളിയായത്? റിയ മണി ട്രാൻസ്ഫർ. പാവോ നൂർമി ഗെയിംസിൽ കന്നി സ്വർണം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? നീരജ് ചോപ്ര. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യത്തെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? തായ്ലൻഡ്. നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വിനോദ് ഗണത്ര. എത്ര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് ഉത്തര കൊറിയ സന്ദർശിക്കുന്നത്? 24 വർഷം. ഇന്ന് ജൂൺ 20 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത നളന്ദ സർവകലാശാല ഏത് സംസ്ഥാനത്താണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.